നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 310 പന്നികളെ കൊന്ന് കുഴിച്ചുമൂടി. ജനങ്ങൾക്ക് ആവശ്യമുള്ളതിന് മുൻഗണന, 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന് എയിംസ് എന്നും മന്ത്രി സുരേഷ് ഗോപി. ലീഡർ കെ കരുണാകരന്റെ 106ാം ജന്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുരളി മന്ദിരത്തിൽ നടത്തിയ ചടങ്ങിന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ നിലവിളക്ക് കൊളുത്തി. മരോട്ടിച്ചാൽ AUP സ്കൂളിൽ നടത്തിയ അധ്യാപക രക്ഷാകർതൃ സമ്മേളനം, ബോധവൽക്കരണ ക്ലാസ് സ്കൂൾ മാനേജർ K ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മാടക്കത്തറ പഞ്ചായത്തിലെ പന്നി ഫാമിൽ കള്ളിംഗ് നടത്തുവാൻ ഉത്തരവ്. തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 310 പന്നികളെ കള്ളിങ്ങിന് വിധേയമാക്കും. 14 നമ്പർ വാർഡിലെ കട്ടിളപ്പൂവം ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കള്ളിംഗ് ചെയ്ത് മറവ് ചെയ്യുവാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇന്ന് രാവിലെ 7 മുതൽ ഡോക്ടർമാർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അറ്റൻഡന്റുമാർ അടങ്ങുന്ന RRT സംഘം കള്ളിംഗ് പ്രക്രിയ നടപ്പാക്കും. തുടർന്ന് പ്രാഥമിക അണുനശീകരണ നടപടികൾ കൂടി സ്വീകരിക്കും. പ്രസ്തുത ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യൽ, ഇത്തരം കടകളുടെ പ്രവർത്തനം, പന്നികൾ, പന്നിമാംസം, തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കുവാനും നിർദ്ദേശം നൽകി. രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമിൽ നിന്നും മറ്റു ഫാമുകളിലേക്ക് കഴിഞ്ഞ 2 മാസത്തിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. തൃശൂരിലേക്കോ ജില്ലയിൽ നിന്ന് പുറത്തേക്കോ പന്നി മാംസവും പന്നികളെയും അനധികൃതമായി കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലെ മറ്റു പ്രവേശന മാർഗങ്ങളിലും പോലീസ്, RTO എന്നിവരുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് കർശന പരിശോധന നടത്തും. രോഗം സ്ഥിരീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ പോലീസ്, മൃഗസംരക്ഷണ വകുപ്പ്, ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ എന്നിവർ ഉൾപ്പെടെയുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കും ചുമതല നൽകി. മാടക്കത്തറ പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ചതിനാൽ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും മുൻകരുതലുകൾ സ്വീകരിക്കും. മറ്റു ഭാഗങ്ങളിൽ പന്നിപ്പനി വൈറസ് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ, റൂറൽ ഡയറി ഡെവലപ്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ബന്ധപ്പെട്ട വെറ്ററിനറി ഓഫീസറെ അറിയിക്കേണ്ടതും തുടർന്ന് വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതുമാണ്. തൃശൂർ കോർപ്പറേഷൻ, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, തെക്കുംകര, പാണഞ്ചേരി, പുത്തൂർ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയാണ് നിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്ന മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ. ആഫ്രിക്കൻ പന്നിപ്പനി H1N1 പനിയുടെ പ്രതിരോധത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പന്നികളിൽ മാത്രം കണ്ടുവരുന്ന രോഗമായതിനാൽ ആഫ്രിക്കൻ പന്നിപ്പനി മറ്റു മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരുവാനുള്ള സാധ്യത കുറവാണെന്നും അധികൃതർ അറിയിച്ചു. ജനങ്ങൾക്ക് ആവശ്യമുള്ളതിന് മുൻഗണന, സ്പിരിച്വൽ ടൂറിസം പദ്ധതി മനസ്സിലുണ്ട്. പ്രത്യേക സ്ഥലം വേണമെന്ന് ആരും വാശി പിടിച്ചില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന് എയിംസ് എന്നും മന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ലെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. തൃശൂർ കുറ്റിപ്പുറം പാത വൈകുന്നതിന്റെ കാരണം കോൺട്രാക്ടർമാരോടാണ് ചോദിക്കേണ്ടതെന്നും തന്നെ ഏൽപ്പിച്ച ജോലി തന്റെ അച്ഛനും അമ്മയ്ക്കും വരെ തൃപ്തികരമായ രീതിയിൽ നിർവഹിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എയിംസ് സ്ഥാപിക്കുന്നതിന് മനുഷ്യനിർമ്മിത തടസ്സങ്ങളാണുള്ളത്, അത് നീക്കിവരികയാണ്. ഒരു പ്രത്യേക സ്ഥലം വേണമെന്ന് ആരും വാശി പിടിച്ചില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് എയിംസ് കൊണ്ടുവരുമെന്നും
സുരേഷ് ഗോപി ഉറപ്പു നൽകി. തൃശൂരിലേക്ക് മെട്രോ നീട്ടുന്നത് അനിവാര്യമല്ല എന്ന് തന്നെ ധരിപ്പിച്ചാൽ അതിൽ നിന്നും പിന്മാറാം. തൃശൂർ നഗരം തൊടാതെയുള്ള മണ്ണുത്തി കുന്നംകുളം എലിവേറ്റഡ് പദ്ധതി മനസ്സിലുണ്ട്. ഒരാളെയും ദ്രോഹിക്കാതെ പദ്ധതി നടപ്പാക്കും. ഇതോടൊപ്പം സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് പദ്ധതിയും മനസ്സിലുണ്ട്. നാഗപട്ടണം, വേളാങ്കണ്ണി, ദിണ്ടിക്കൽ ക്ഷേത്രം, ഭരണങ്ങാനം, മംഗളാദേവി, മലയാറ്റൂർ, കാലടി, കൊടുങ്ങല്ലൂർ, തൃശൂർ ലൂർദ് പള്ളി തുടങ്ങിയവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്പിരിച്വൽ ടൂറിസം പദ്ധതി നടപ്പാക്കുവാനാണ് ആലോചിക്കുന്നത്. ഇതിൽ ഗുരുവായൂരിനെ വേറെ തന്നെ കാണേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വളപട്ടണത്ത് EP ജയരാജൻ മുൻകൈയെടുത്തുള്ള പ്രകൃതിയുമായി ചേർന്ന് നിന്ന ടൂറിസം പദ്ധതിയാണ് താൻ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പിന്നീട് അവിടെ വെറും സിമന്റ് കെട്ടിടങ്ങൾ മാത്രമായി. അന്ന് വളപട്ടണം പദ്ധതിയെ തടഞ്ഞവർ ഇന്ന് എവിടെ പോയി? കണ്ടൽ വെട്ടിയത് തടയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. കേരളത്തിൽ ഭാരത് അരിയുടെ വിതരണത്തിലെ തടസ്സം പരിശോധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നമ്മുടെ മണിയാശാന്റെ ഡാം തുറന്നു വിട്ട് അത് പാഞ്ഞു വന്ന് മാളയിലെ ആൾക്കാരെയും ചാവക്കാടുള്ള ആൾക്കാരെയും മുക്കി കൊല്ലുന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഉണ്ടായ നീക്കത്തിനുള്ള സാധ്യത അതൊരു വലിയ ഭീഷണിയാണ് ഇനി വരും തലമുറയ്ക്കെന്ന് കരുതി ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസിന് വേണ്ടി ആ സിസ്റ്റത്തിൽ നിന്ന് വന്ന തുകയാണ് ഈ കാണുന്ന കേന്ദ്ര ഫണ്ട് മാത്രമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മനീഷ് ഇവിടെ ഉണ്ടോ? എത്രായിരം കോടിയാണ്? 1,600 crores if my digits are correct. അത് വന്നു. അതിന്റെ കോൺട്രാക്ടർമാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഞങ്ങളോട് എന്തെല്ലാം ചോദ്യം ചോദിക്കുന്നു? എന്തുകൊണ്ട് അത് സമയബന്ധിതമായി തീർന്നില്ല? ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന യോഗ്യമായും എല്ലാ അർത്ഥത്തിലും സ്ഥാപിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതും അല്ലാത്ത പുതിയ ഡെവലപ്മെന്റ്സ് ഈ ഒരു അവരോഹണത്തിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏങ്ങണ്ടിയൂർ ഭാഗത്ത്, ഗുരുവായൂർ ഭാഗത്ത് ഒരുപക്ഷെ ഇങ്ങനൊരു പദ്ധതി വരുന്നു എന്ന് അതിന് ഒരു സാമ്പത്തിക അതിക്രമ സ്വഭാവം കൊണ്ട് വന്നില്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് വാഗ്ദാനങ്ങളുണ്ട്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് ഒരു നാന്ദി കുറിക്കുന്ന തരത്തിൽ ഒരു പൈലറ്റ് പ്രോജക്ട് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ വെളിവാക്കുന്നില്ല. പിന്നെ ഇത് നാളെ തന്നെ ചില ആൾക്കാർ ചോദിക്കും, എവിടെ വന്നില്ലല്ലോ, നാളെ ചോദിക്കാനേ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ അത് വരും എന്ന് തന്നെയാണ് എന്റെ നിശ്ചയം. പക്ഷെ അതിന്റെ ഒരു കാലാവസ്ഥ ഒരുക്കേണ്ടത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ടു എ പേഴ്സൺ ഹു ഇൻവെസ്റ്റ് മണി ഓൺ എ ലാൻഡ് വിച്ച് ഇസ് നോട്ട് ഹിസ് ഓൺ എന്ന് പറയുന്ന ഒരു സംവിധാനം അതിനകത്ത്. അപ്പൊ എനിക്കും ഇതിന്റെ ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ ഈ ഭൂമി കൊണ്ട് എനിക്കൊരു ഗുണവും ഭൂമി മലയാളം നിലനിൽക്കുവോളം കാലമുണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥയിലുള്ള നിയമങ്ങൾ CRZ 3 ഇതെല്ലാം കണക്കിലെടുത്ത് എന്താണ് നമുക്ക് സാധ്യമാകുന്നത്? കണ്ടൽ വനം തൊട്ടുകൂടാ. കണ്ടൽ വനം ഒരു വശത്തുണ്ടായിപ്പോയി, മറുവശത്ത് കായൽ. അവിടെ നിർമ്മിതികൾക്ക് ഒരു കാരണവശാലും സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു 27 ഏക്കർ ഭൂമി കൊച്ചിയിലുണ്ടെങ്കിൽ അവിടെയും ഈ സംവിധാനം വരാം. എന്റെ വകുപ്പിന് ചെയ്യാവുന്ന കാര്യമാണ് കോർഡിനേറ്റ് ചെയ്യാൻ, പദ്ധതി രൂപകൽപ്പന ചെയ്യാൻ. എന്റെ സ്പിരിച്വൽ ടൂറിസം സർക്കിൾ എന്ന് പറയുന്നതിനുള്ള ഡോട്ട്സ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് നാഗപട്ടണം, വലിയ പള്ളി, വേളാങ്കണ്ണിയിൽ നിന്ന് ദിണ്ടുക്കൽ ആ പ്രദേശത്ത് എവിടെ ഒരു അമ്പലമുണ്ട്, അതൊരു ഡോട്ടാണ്. കൃത്യമായിട്ട് ആ അമ്പലം തന്നെ പിക്ക് ചെയ്യും. അതാണ് അടുത്ത ഡോട്ട്. അവിടെ നിന്ന് നേരെ മംഗളാദേവി, മധുരൈ വരാതെ തന്നെ കമ്പം തേനി ക്രോസ് ചെയ്ത് മംഗളാദേവിയിൽ നിന്ന് ശബരിമല തൊടില്ല, നേരെ മലയാറ്റൂർ ടു കാലടി ടു കൊടുങ്ങല്ലൂർ, ചേരമാൻ മസ്ജിദ്, എവിടെയും ഒരു സ്കേപ്പിലുമില്ലാത്ത എന്റെ മാതാവ് ലൂർദ് മാതാവിൻ്റെത് ഫൈനൽ ഡോട്ടായിട്ട് ഡോട്ട് സെറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇടയ്ക്കൊന്നും വിട്ടു വരുന്ന അൽഫോൻസാമയുടെ ഖബർ.
ലീഡർ കെ കരുണാകരന്റെ 106ാം ജന്മദിനത്തിൽ മുരളി മന്ദിരത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ചടങ്ങിന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ നിലവിളക്ക് കൊളുത്തി. മുൻ സ്പീക്കർ തേരമ്പി രാമകൃഷ്ണൻ, TV ചന്ദ്രമോഹൻ, ജോസ് വള്ളൂർ, ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട്, ജോസഫ് ടാജിറ്റ്, KP ശശികുമാർ, KH ഉസ്മാൻ ഖാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവുമായിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ തൊട്ട് ബൂത്ത് തലം വരെ കോൺഗ്രസിനെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ബഹുമാന്യനായ കെ കരുണാകരൻ, നമ്മളെല്ലാവരും വിളിക്കുന്ന ലീഡറുടെ 106ാം ജന്മദിനമാണ് ഇന്ന്. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ലീഡറുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അദ്ദേഹം നൽകിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പിന്തുടരുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു കരുത്താണ് ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മനസ്സിൽ ഓർക്കുന്നതും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പ്രസ്ഥാനം എപ്പോഴെല്ലാം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വലിയ ഊർജ്ജമായി, കരുത്തായി, സാധാരണ പ്രവർത്തകരുടെ ആവേശമായി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച ഒരു നേതാവിൻ്റെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ അയവിറക്കുന്ന ദിവസമാണിന്ന്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ തട്ടകമാണ്. അദ്ദേഹത്തിൻ്റെ ജീവവായു കുടികൊള്ളുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ഓരോ സാധാരണ പ്രവർത്തകനുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ലീഡറുടെ ആ പ്രവർത്തന മാതൃകയാണ് ഇന്നത്തെ തലമുറയിലുള്ള പുതിയ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ ഒരു തോൽവിയാണ്. ഒട്ടേറെ തോൽവികളെ അഭിമുഖീകരിച്ചും അതിജീവിച്ചും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ലീഡറുടെ ആശയമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ആവേശമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ, ആ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും കോൺഗ്രസ് വീണ്ടും ശക്തമായി തൃശ്ശൂരിൽ വരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുകയാണ്, ലീഡറുടെ ആ പ്രവർത്തന മാതൃക അതെല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതേതര പാർട്ടി ഈ തൃശ്ശൂർ പോലുള്ള ഒരു എല്ലാ തരത്തിലും ഒരു മതേതരത്വം ആഗ്രഹിക്കുന്ന ജനങ്ങൾ പാർട്ടിയെ തിരികെ കൊണ്ടുവരും. അതുകൊണ്ട് ലീഡറുടെ മാതൃകയിൽ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതിജ്ഞ എടുക്കുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ലീഡറുടെ ത്യാഗസ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ധനലക്ഷ്മി ബാങ്കിന്റെ പുതിയ ശാഖ ഉല്ലുക്കര എക്സ ബിൽഡിംഗിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മേയർ MK വർഗീസ്, കൗൺസിലർ ബീന മുരളി, ധനലക്ഷ്മി ബാങ്ക് ചെയർമാൻ KN മധുസൂദനൻ, ധനലക്ഷ്മി ബാങ്ക് MD ആൻഡ് CEO KK അജിത് കുമാർ, സിലോൺ ഗ്രൂപ്പ് MD ജോയ് പ്ലാശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ബ്രാഞ്ച് മാനേജർ A ആനന്ദ്, റീജിയണൽ ഹെഡ് അനൂപ് നായർ, ജനറൽ മാനേജർ ജോൺ വർഗീസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ബാങ്കിന്റെ ATMന്റെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. താമസം ഒരു കച്ചവടക്കാരന്റെ സൗകര്യമായി അതില്ല. ഇന്ന് അവിടെ ഒരു ക്ലിക്ക് അടിച്ചാൽ അതിന് മുമ്പ് തന്നെ വിരൽ ചെല്ലുമ്പോഴേ ഇവിടുത്തെ ക്ലിക്ക് ഓണാവും, അല്ലേ? അതാണ് ട്രാൻസാക്ഷണൽ സംവിധാനത്തിന്റെ ഒരുപക്ഷെ എൻ്റെ പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനായിരുന്ന അരുൺ ജെയ്റ്റ്ലിജി ഇവരുടെ എല്ലാം ഭരണ അഡ്മിനിസ്ട്രേഷണൽ മികവിൻ്റെ തെളിവ് തന്നെയാണ് അംഗീകരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന കച്ചവടക്കാർ, ചെറുകിടയല്ല വൻകിട കച്ചവടക്കാർക്ക് വരെ അതിൻ്റെ ഒരു തട്ടുകേടുണ്ട്. മരോട്ടിച്ചാൽ AUPS സ്കൂളിൽ സംഘടിപ്പിച്ച അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും ബോധവൽക്കരണ ക്ലാസും സ്കൂൾ മാനേജർ K ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ PTA പ്രസിഡന്റ് ഷിജു പണ്ടാരി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്കായി തൃശൂർ വനിതാ സെൽ കൗൺസിലർ ശാലിനി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പുതുതലമുറയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും അവയെ തരണം ചെയ്യേണ്ട രീതികളും ക്ലാസ്സിൽ വിവരിച്ചു. ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ്, ഡയറക്ടർ KB സൂരജ്, സ്കൂൾ പ്രധാനാധ്യാപിക ലീന VN തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുതിയ PTA ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ആൾക്കാരെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും
നമ്മൾക്ക് വലിയ കുറവുകളൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ ആൾക്കാർ പൊതുവെ അമ്മമാരാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ എല്ലാവരും സാധാരണ നാട്ടിൻപുറങ്ങളാണ്, ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം ആൾക്കാർ പൊതുവെ സാന്നിധ്യം പൊതുവെ കുറച്ച് കാലങ്ങളായിട്ട് ഇതിൽ കുറവ്. പിന്നെ ചിലർക്കൊക്കെ പേടി, കമ്മിറ്റികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അപ്പോൾ മീറ്റിങ്ങുകൾക്ക് വരണം, അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ആൾക്കാർ പൊതുവെ സാന്നിധ്യം കുറവാണ്. എന്നിരുന്നാൽ തന്നെയും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നാളിതുവരെ എല്ലാ വിഭാഗത്തിൽ നിന്നും നമുക്ക് പിന്തുണ കിട്ടി എന്നുള്ളത് വളരെയധികം നന്ദിയോടെ സ്മരിക്കേണ്ട കാര്യമാണ്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു സ്കൂളിനെ സംബന്ധിച്ച് ശക്തമായൊരു PTA എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ വികസനത്തിനും അതുമാതിരി സുഗമമായ പ്രവർത്തനത്തിനും ശക്തമായ PTAയുടെ ഒരു പിന്തുണ ആവശ്യമാണ്. നാളെ ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ച, നമ്മൾ നേരത്തെ ഷിജു വാണ്ടായി പറഞ്ഞതുപോലെ തന്നെ നല്ല PTA പ്രസിഡന്റും കമ്മിറ്റികളൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവർക്കാവുന്ന രീതിയിൽ തന്നെ നിർലോഭം തന്നതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഇന്നും 69 വർഷമായിട്ടും നമ്മൾ സ്കൂളിൽ നിന്ന് ഏറെക്കുറെ 500ഓളം കുട്ടികളടക്കം ഇന്ന് നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. എന്നിരുന്നാൽ തന്നെ നമുക്കറിയാം ഏകദേശം 10ഓളം സ്കൂളുകളിലെ വണ്ടികൾ നമ്മളുടെ ഈ സ്കൂളിൻ്റെ പരിധിയിൽ മാന്നാമംഗലം, മരട്ടിച്ചാൽ, വെള്ളാനംകോട്, കള്ളായി ഭാഗങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ലീഡർ കെ കരുണാകരന്റെ 106ാം ജന്മദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. KS നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ CA ശങ്കരൻകുട്ടി, NR രാധാകൃഷ്ണൻ, വറീദ് ചിറ്റിലപ്പള്ളി, അഡ്വക്കേറ്റ് TS മായാദാസ്, ജയൻ മംഗലം, ജോണി ചിറ്റിലപ്പള്ളി, PS രാധാകൃഷ്ണൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, KK അബൂബക്കർ, ET ബിജു, ജോണി, ബിജു കൃഷ്ണൻ, ER ജയപ്രകാശ്, ജോസ് മണിപ്പുത്തൂർ, റോയ് ചിറ്റിലപ്പള്ളി, AH സുലൈമാൻ, PP സജീവ്, PR ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. 106ാം ജന്മദിനമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, ലീഡറുടെ കാലത്താണ് കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു ആവേശവും ഊർജവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കേന്ദ്രത്തിലെ സഹായത്തോടു കൂടിയും, അദ്ദേഹം 4 തവണ മുഖ്യമന്ത്രിയായിരുന്നു, രാജ്യസഭാംഗമായിട്ടും ലോകസഭാംഗമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ആ കഴിവുകൾ പരമാവധി നമ്മുടെ കേരളത്തിന് വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായിട്ട് നല്ല ബന്ധം പുലർത്തി എന്ത് കാര്യങ്ങളും ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിക്കാൻ അദ്ദേഹത്തിനൊരു അസാമാന്യ പാഠമുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് പോലീസ് സൈനികരെ കേരളത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ കേരളത്തിൽ ഇല്ലാതെയാക്കാൻ വളരെയധികം പരിശ്രമിച്ച് അത് പരിചിത ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇല്ലാതെ പോയത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ പോയി കാണുമ്പോൾ അതിന് പോലും അദ്ദേഹം ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇടപെടാനുള്ള ശുപാർശ ചെയ്യുന്ന ആളായിരുന്നു കെ കരുണാകരൻ. സർക്കാർ ഓഫീസിൽ ലഭ്യമായ രേഖകളുടെ ക്രോഡീകരിച്ച വിവരപ്പട്ടിക തയ്യാറാക്കി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ട ബാധ്യത ഓഫീസ് മേധാവികൾക്ക് ഉണ്ടെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ്. തൃശൂർ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ 2 ദിവസങ്ങളിലായി നടത്തിയ ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഫീസിൽ ലഭ്യമായ വിവരങ്ങൾ അപേക്ഷകർ ആവശ്യപ്പെട്ടാൽ ക്രോഡീകരിച്ചിട്ടില്ലെന്ന ഉത്തരം നൽകരുതെന്നും നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ വിവരാവകാശ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന സിറ്റിംഗിൽ പരിഗണിച്ച 58 പരാതികളിൽ 52 എണ്ണം തീർപ്പാക്കി, 6 എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. തദ്ദേശ സ്വയംഭരണം, പോലീസ്, ആരോഗ്യം, വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. ഇനിയൊരു ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം.
5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ യോഗ ഇൻസ്ട്രക്ടറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത: ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ PG ഡിപ്ലോമ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റി, സർക്കാർ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. പ്രായപരിധി 2024 ജൂലൈ 1 50 വയസ്സ് കവിയരുത്. ബയോഡാറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖകളും ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലുള്ള നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ജൂലൈ 12 വൈകിട്ട് 5-നകം ലഭ്യമാക്കണം. ജൂലൈ 19 രാവിലെ 10 അഭിമുഖം നടത്തും. ഫോൺ 0487-2939-190 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോലഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ സെന്ററിൽ വെച്ച് ഞാറ്റുവേല ചന്ത നടത്തി. കർഷകർക്ക് ഗുണമേന്മയുള്ള തൈകളും കൃഷിക്കാവശ്യമുള്ള മറ്റ് ഘടകങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം കോലഴി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നിജ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി വിശ്വംഭരൻ നിർവഹിച്ചു. കോലഴി കൃഷി ഓഫീസർ ശ്രീ വിഷ്ണു എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോലഴി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീമതി ഉഷാകുമാരി, ശ്രീമതി സുനിത വിജയഭാരത്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിനെ കൃഷിഭവനിലെ സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി സൂര്യ SM നന്ദിയും പറഞ്ഞു.
സമഗ്രശിക്ഷ കേരള ഉല്ലുക്കര BRCയുടെ നേതൃത്വത്തിൽ ചെറുകുന്ന് ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ച ബാലപദ്ധതി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SSK അനുവദിച്ച 1 ലക്ഷം രൂപയുടെ പ്രൊജക്ടാണ് ബാലപദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഫർണിച്ചർ, കളിയുപകരണങ്ങൾ, ബാല ഫീച്ചേഴ്സ് എന്നിവയാണ് 1 ലക്ഷം രൂപയിലൂടെ നടപ്പാക്കുന്നത്. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ PTA പ്രസിഡന്റ് സുമൻ TM അധ്യക്ഷത വഹിച്ചു. തൃശൂർ SSK DPO വിജി ജോളി പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് രേണുദാസ്, BRC ട്രെയിനർ ഷോണ, BRC പ്രതിനിധി ജിൻസി, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഓമന PV, പ്രീ പ്രൈമറി അധ്യാപിക ശാലിനി VV തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതനടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത ന്യൂഡൽഹി NCH MCT സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലും അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നും 50% മാർക്കിൽ കുറയാത്ത 3 വർഷം ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ IITC അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച 60% മാർക്കിൽ കുറയാത്ത ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം, 3 സ്റ്റാറിൽ കുറയാത്ത ഹോട്ടലിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് IHMSCT സർക്കാർ കോളേജ് ഏതെങ്കിലും 2 വർഷത്തെ അധ്യാപന പരിചയം. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ജൂലൈ 5 ലഭ്യമാക്കണം. ഫോൺ 0487 23 84 253 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. റോട്ടറി ക്ലബ് ഓഫ് ട്രിച്ചൂർ സിറ്റി 2024-25 ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഹോട്ടൽ ദാസ് കോണ്ടിനെന്റിൽ ജൂലൈ 7 വൈകിട്ട് 6:30 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K. രാധാകൃഷ്ണൻ MP അധ്യക്ഷം വഹിക്കുന്ന ചടങ്ങിൽ നടൻ ഇർഷാദ് അലിക്ക് കലാരത്ന അവാർഡ് നൽകും. KM രതീഷ് കുമാറിനെ റോട്ടോബിഡ് അവാർഡും OL തോമസിനെ റോട്ടോ എക്സൽ അവാർഡും നൽകി ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ഫ്രാൻസിസ് ജോസഫ്, ഷെബി ഒലക്കെങ്ങൽ, ജോയ് കൊള്ളനൂർ, KV ആനന്ദ്, OK ടോണി തുടങ്ങിയവർ പങ്കെടുത്തു. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി 8-9 തീയതികളിൽ നടത്തുന്ന കടയടപ്പ് സമരത്തോടനുബന്ധിച്ച് ഇന്ന് കടകളടച്ച് വിളംബര ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 2018 പുതുക്കിയ വേതന പാക്കേജ് അന്നു തന്നെ അപര്യാപ്തമാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. 6 വർഷത്തോളമായി വ്യാപാരികളുടെ ഈ ആവശ്യം പരിഗണിക്കാത്തതിനാൽ എല്ലാ വ്യാപാരികളും നഷ്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്.
3000 കടകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. 2021 ഉണ്ടാക്കിയ KTPDS ആക്ട് വ്യാപാരികളെ എല്ലാ രീതിയിലും ചൂഷണം ചെയ്യുന്നതാണ്. സർക്കാരിന്റെ വിഹിതമില്ലാതെ വ്യാപാരികളുടെ വിഹിതം മാത്രമായി കൊണ്ടു നടക്കുന്ന ക്ഷേമനിധി ഒന്നുകിൽ പിരിച്ചുവിടുക, അല്ലെങ്കിൽ കാലോചിതമായി പരിഷ്കരിച്ച് റേഷൻ വ്യാപാരികളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാക്കും. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങാൻ വ്യാപാരികൾ നിർബന്ധിതരാകുമെന്നും മുന്നറിയിപ്പ് നൽകി. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ K. സേതുമാധവൻ, V. ശ്രീധരൻ, പ്രതീഷ് അപ്പു, കണ്ണൻ ചേറ്റുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വന്തമായി ജീവനമാർഗമില്ലാത്തതും 18 വയസ്സ് പൂർത്തിയായതുമായ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സ്വയം പര്യാപ്തരാക്കുന്നതിനെ സഹായിക്കുന്നതിനായി തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന സാംഗല്യം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അർഹരായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ താൽപ്പര്യമുള്ള പ്രൊജക്ട് സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ജൂലൈ 20 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ചെമ്പുക്കാവ് മിനി സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 048723217002 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്പന്ദനം ഫിലിം ഫെസ്റ്റിവൽ ഡയറി പ്രകാശനം സീരിയൽ സംവിധായിക ഡോക്ടർ റിനി സലാമിനെ സിനിമാ സംവിധായകൻ മാധവ് രാംദാസ് നൽകി. സപ്ലിമെന്റ് പ്രകാശനം മാധവ് രാംദാസ് റിനി സലാമിന് നൽകി പ്രകാശനം ചെയ്തു. താളം തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്പന്ദനം പ്രസിഡന്റ് CO ദേവസി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ സ്വാഗതവും ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടർ ജയൻ മേലേത്തിൽ നന്ദിയും പറഞ്ഞു. സ്പന്ദനം ഭാരവാഹികളായ PSA ബക്കർ, NT ബേബി, CC ദേവദാസ്, KC പോൾസൺ, MK ഉസ്മാൻ, KM അബ്ദുൽ ലത്തീഫ്, KK ജയപ്രകാശ്, PS മണികണ്ഠൻ, PV രാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചുമതല സത്യത്തിൽ സ്പന്ദനം ഏറ്റെടുക്കുകയാണ്. നമ്മൾ കാണാൻ സാധ്യതയില്ലാത്ത ഗ്ലോബൽ സിനിമകൾ, മുഖ്യധാര സിനിമ പ്രദർശനത്തിനൊന്നും എത്താത്ത എന്നാൽ ശ്രദ്ധേയമായിട്ടുള്ള മറ്റ് സിനിമകൾ, ചെറിയ ഹ്രസ്വ ചിത്രങ്ങൾ, ഇതെല്ലാം വർഷാവർഷം സ്പന്ദനം ഏറ്റെടുത്ത് നമുക്ക് മുൻപിൽ പ്രദർശനത്തിന് കൊണ്ടുവരാറുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഫെസ്റ്റിവലിൽ എൻ്റെ ഒരു ചെറിയ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. അതിന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പരാതി ഇപ്പോൾ ദിവസങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷെ എന്നെപ്പോലെ ഒരു കലാകാരിയാണെന്ന് ഉറച്ച് പറയാനുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് പോലുള്ള ആളുകൾക്ക് ഒരു സിനിമയുടെ നേരെയുള്ള ഈ വഴി എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം പ്രോത്സാഹനം കിട്ടില്ല എന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തലുകളാണ് കൂടുതൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട് പറയുകയാണ്, ഇല്ല നിങ്ങൾ ചെയ്ത ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രോത്സാഹനം വലുതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 310 പന്നികളെ കൊന്ന് കുഴിച്ചുമൂടി. ജനങ്ങൾക്ക് ആവശ്യമുള്ളതിന് മുൻഗണന, 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന് എയിംസ് എന്നും മന്ത്രി സുരേഷ് ഗോപി. ലീഡർ K. കരുണാകരന്റെ 106ാം ജന്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുരളി മന്ദിരത്തിൽ നടത്തിയ ചടങ്ങിന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ നിലവിളക്ക് കൊളുത്തി. മരോട്ടിച്ചാൽ AUP സ്കൂളിൽ നടത്തിയ അധ്യാപക രക്ഷാകർതൃ സമ്മേളനം, ബോധവൽക്കരണ ക്ലാസ് സ്കൂൾ മാനേജർ K. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.